എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായ ഒരു അമ്മ ഇങ്ങനെ പറയുന്നു, ഒന്ന് പറയോ ഒന്ന് പറയോ ഒന്ന് പറയോ. അപ്പോൾ ഇത് പറയാം. അത് കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ വൈകിയത്. അപ്പം പെട്ടെന്ന് തന്നെ വായിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. അറിയാലോ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാന പദ്ധതിയിൽ പങ്കെടുക്കാം, ശുഭജാലങ്കാരം പറയാം. പിന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ. അപ്പം ജോയിൻ ബട്ടണിലൂടെ വരാം. നമസ്കാരം ശ്രീകാന്ത് സർ. എൻ്റെ പേര് മണിയമ്മ. കൊല്ലം ജില്ലയിൽ തൃപ്പനായം ദേവീക്ഷേത്രത്തിന് അടുത്താണ് എൻ്റെ താമസം. ഞാൻ ത്രിമധുരം പരിപാടിയെല്ലാം കാണുന്നു. എന്നാൽ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയണമെന്ന് ആഗ്രഹമുണ്ടായി. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകള് മേഴത്തൂരാണ് താമസം. ഇളയ മകള് കുവൈറ്റിലാണ്. 2 കൊച്ചുമക്കളും ഞാനുമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എൻ്റെ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയ അനുഭവങ്ങളാണ്. ഞാൻ ത്രിമധുരം കാണാറുണ്ട്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ കുറ്റബോധം തോന്നി. ഞാനൊരു കൃഷ്ണഭക്തിയൊന്നും ആയിരുന്നില്ല. എന്നാൽ 25 വർഷത്തിന് മുമ്പ് എനിക്കൊരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആ കൃഷ്ണനോട് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിന് കുറച്ച് ആശ്വാസം തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു കുട്ടി കുറച്ച് മുല്ലപ്പൂവ് കൊണ്ടു തന്നു. മാല കെട്ടി കണ്ണന് ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മാല കെട്ടി വിഗ്രഹത്തിന് അടുത്ത് വെച്ചിട്ടോ. എന്നാൽ എൻ്റെ വീട്ടിൽ വന്ന ഒരാൾ ഈ മാല എടുത്ത് കൃഷ്ണന് ചാർത്തി. അയാൾക്ക് വൃത്തിയും ശുദ്ധിയും ഒന്നുമില്ലാത്ത ആളാണ്. എനിക്ക് വിഷമം തോന്നി. എങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ പിറ്റേ ദിവസം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. രാവിലെ വിളക്ക് കാണിക്കാൻ ചെന്നപ്പോൾ മാല എടുത്തു മാറ്റി. അപ്പോൾ കണ്ടത് എൻ്റെ കൃഷ്ണൻ്റെ കഴുത്തിൻ്റെ ഭാഗം മുറിഞ്ഞുപോയി. ഞാൻ മരിച്ചതിന് തുല്യമായിപ്പോയി. എൻ്റെ ശ്രീകുട്ടാമോനെ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. വിഗ്രഹം എടുത്തു മാറ്റി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് കണ്ണു നിറയും. അതിനുശേഷം ഞാൻ അനുഭവിച്ച ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. നേരത്തെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണ് ഞാൻ. എന്നാൽ ഇതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ കുടുംബം, സഹോദരങ്ങൾ, അമ്മ, ബന്ധുക്കൾ, എന്നാൽ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഞാൻ നല്ലതായിരുന്നു. തലചായ്ക്കാൻ ഇടമില്ലാതെ ഓരോ ദിവസവും കൂട്ടുകാരികളുടെ വീടുകളിൽ ഉറങ്ങി. ഒരു ലോട്ടറി കടയിൽ ജോലി ചെയ്തു. പിന്നീട് ടെലിഫോൺ ബൂത്തിൽ ജോലി ചെയ്തു. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴും എന്നെ ആരോ സംരക്ഷിക്കുന്നതായി തോന്നുമായിരുന്നു. എന്നാൽ അതിൽ വലിയ വിശ്വാസം വന്നില്ല. എന്നാൽ ചെറുപ്പക്കാരിയായ എന്നെ ഒരു അപകടത്തിലും പെടുത്താതെ കൊണ്ടു നടന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ കൂടൽ ചടങ്ങിൽ ചെന്നു. എന്നാൽ ആ ദിവസം 9 മണിയായപ്പോഴേ അവളുടെ ഭർത്താവ് വന്നു. ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരി എന്നെ വിളിച്ച് അവരുടെ വിറകുപുരയിൽ കൊണ്ടുപോയി ഇരുത്തി. സമയം കുറേ വൈകിയപ്പോൾ അവിടെ മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എലിയാണോ മറ്റു വല്ലതുമാണോ എന്നറിയില്ല. പേടിച്ച് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. അറിയാതെ നാവിൽ വന്നത് ഓം നമഃശിവായ എന്നാണ്. എത്ര പ്രാവശ്യം ചൊല്ലിയെന്നറിയില്ല. എൻ്റെ ശ്രീകാന്തെ, ഞാൻ ഉറങ്ങിപ്പോയി. ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞ് കൂട്ടുകാരി എന്നെ വിന്ന് വിളിച്ചപ്പോൾ 12 മണി കഴിഞ്ഞു. ദൈവമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ അവസ്ഥ അതാണ്. പിറ്റേ ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന കടയിലെ മുതലാളി എന്നോട് പറഞ്ഞു, മണിയമ്മ ഒരു വീട് വാടകയ്ക്ക് എടുക്കൂ, ഞാൻ പൈസ തരാം. എനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. മാസം തോറും കുറേ കടം വീട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. 10,000 രൂപ തന്നു. എൻ്റെ നാട്ടിൽ തന്നെ എല്ലാവരുടെയും അരികിൽ ഞാൻ വീടെടുത്തു. ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ പിന്നീട് സംഭവിച്ചത്, മക്കൾ 2 പേരും തിരികെ വന്നു. അപ്പോഴാണ് അറിയുന്നത്, ഇളയ മകളുടെ കല്യാണം കഴിഞ്ഞു. അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞാണ് നടത്തിയത്. എന്നാൽ ആ പയ്യൻ കൂടി വന്നു. ആള് ശരിയല്ല എന്ന് തോന്നിയിരുന്നു. ഈ മകൾക്ക് കുട്ടിയുണ്ടായി. ചോറ് കൊടുക്കാൻ ഗുരുവായൂരിൽ വന്നു. മകന് ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങിത്തന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി എന്നെ കാണാൻ വന്നു. ഈ പുള്ളിക്കാരി എൻ്റെ കൃഷ്ണനെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് പോലും കിട്ടാത്ത കൃഷ്ണനെയാണല്ലോ മണിയമ്മയ്ക്ക് കിട്ടിയത്. നല്ല കരിനീല കണ്ണൻ. എൻ്റെ പൊന്നുമോനെ, കണ്ണ് പൊട്ടതുപോലെ എൻ്റെ കൃഷ്ണൻ വീണു മുഖത്ത് പൊട്ടലുണ്ടായി. ഓടക്കൊഴു പൊട്ടി. ആകെ സങ്കടമായി. ഇതിനിടയിൽ ഞാൻ ഭാഗവതം വായിക്കാൻ തുടങ്ങി. രാമായണം, ദേവി ഭാഗവതം. എൻ്റെ കൂട്ടുകാരി വിജയമ്മ ചേച്ചി നല്ല വായനക്കാരിയാണ്. വായിക്കാൻ പോകുന്നിടത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വായിപ്പിക്കും. അങ്ങനെയും എനിക്ക് വരുമാനം ഉണ്ടായിട്ടോ. 2008 തൊഴിലുറപ്പ് തുടങ്ങിയതോടെ അതിൻ്റെ മേറ്റായി കയറി. കശുവണ്ടിയുടെ ജോലികൾ വീട്ടിൽ തുടങ്ങി. കുറേ പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കൂടെ കൃഷ്ണവിഗ്രഹം തേടിപ്പോവും. എനിക്ക് ഇഷ്ടപ്പെടുന്ന കൃഷ്ണനെ എടുക്കുമ്പോൾ പൈസ തികയില്ല. പൈസ തികയുമ്പോൾ എൻ്റെ മനസ്സിനിണങ്ങിയ കൃഷ്ണവിഗ്രഹം കിട്ടില്ല. അങ്ങനെ കുറേ വരഞ്ഞു കേട്ടോ. എല്ലാവരും പഴനി, ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ കുറേ വിഷമിച്ചു. അപ്പോൾ അതാ അവിടുന്ന് ടൂറിസ്റ്റിന് വേണ്ടി പോകുന്ന ശ്യാം വന്ന് എന്നെ വിളിക്കുന്നു. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അഡ്വാൻസ് കൊടുത്തു. പോകാൻ തുടങ്ങിയിട്ടോ. വർഷം തോറും പഴനി, ഗുരുവായൂർ, രാമേശ്വരം, ഉടുപ്പി, മുരുടേശ്വരം, തിരുപ്പതി, അങ്ങനെ ഇനി കാശിയിൽ മാത്രമാണ് പോകണമെന്ന് അമ്പാടിയിലും ആഗ്രഹിക്കുന്നത്. അവസാനം ഗുരുവായൂരിൽ നിന്ന് തന്നെ എൻ്റെ മൂത്ത മകള് ഒരു കണ്ണനെ വാങ്ങിത്തന്നു. ആര് വന്നാലും എൻ്റെ കണ്ണനെ നോക്കി എന്തെങ്കിലും പറയും. കണ്ണൻ പറയിപ്പിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും 3ാമത്തെ കണ്ണനാണ് എൻ്റെ കൂടെയുള്ളത്. ഈ കണ്ണൻ വന്നതിന് ശേഷം ഞാൻ വസ്തു വാങ്ങി വീട് വയ്ക്കാൻ തുടങ്ങി. വീട് പണി പൂർത്തിയാകുന്നില്ല. ഈ കൃഷ്ണൻ്റെ അടിഭാഗം പൊള്ളയായിരുന്നു. അപ്പോൾ ഇവിടെ കൃഷ്ണൻ നടയിൽ പൂജിക്കുന്ന അനൂപ് തിരുമേനിയോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ആ കണ്ണനെ മാറ്റണ്ട, ഒരുക്കിയെടുത്താൽ മതിയെന്ന്.
അതും ചെയ്തു. അങ്ങനെ സുന്ദരനായി എൻ്റെ കൂടെയുണ്ട്. ക്ഷമിക്കണം, കുറേ ആയിന്നറിയാം. എന്നാലും ത്രിമധുരത്തിൽ ശ്രീയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. രണ്ടനുഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ഗുരുവായൂരിൽ വരാൻ തുടങ്ങി. 2026 നവംബർ മാസത്തിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും തീരെ സുഖമില്ല. എൻ്റെ ഇളയ മകൾ ഇപ്പോൾ കുവൈറ്റിലാണ്, മൂത്ത മകൾ മേഴത്തൂരും. സുഖമില്ലാതെ വന്ന രാത്രിയിൽ ഞാൻ ഇളയ മകളെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഗുരുവായൂരിൽ പോവുകയാണ്, കുട്ടികളെയും കൊണ്ട് പോകുന്നു. പിറ്റേ ദിവസം പോകാൻ തയ്യാറായി. എന്നാൽ ഒരുപാട് തടസ്സമുണ്ടായി. എങ്കിലും ഉച്ചയോടുകൂടി പുറപ്പെട്ടു. ചാലിശ്ശേരിയിൽ സരസ് മേള നടക്കുമ്പോൾ സൗമ്യ വിളിച്ചു പറഞ്ഞു, വീട്ടിലേക്ക് വരൂ, നാളെ അമ്പലത്തിൽ പോകാമെന്ന്. ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. എൻ്റെ ടെൻഷൻ മാറുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ മാത്രം അമ്പലത്തിൽ പോകാനിറങ്ങി. മകള് വണ്ടി കയറ്റി വിട്ടു. പേടിയുണ്ടോ എന്ന് ചോദിച്ചുട്ടോ. ഞാൻ പറഞ്ഞു, ഭഗവാൻ കൂടെ ഉണ്ടാവും. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. എനിക്ക് വീട് മാറണം, എൻ്റെ വീട് പണി നടക്കുന്നുമില്ല, എന്ത് ചെയ്യണം കണ്ണാ എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നിട്ട് വടക്കേ നടയിൽ നാരായണീയമായിട്ടാണ് അതിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ ഭഗവത്ഗീതയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നി ചോദിക്കണമെന്ന്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഉണ്ടല്ലോ, അമ്മയ്ക്ക് വേണോ എന്ന്. വീണ്ടും ഞാൻ ചോദിച്ചു, ഇവിടെ ഭഗവത്ഗീത ഉണ്ടോ? അദ്ദേഹം അപ്പോൾ എന്നോട്, അമ്മയ്ക്ക് സങ്കടം ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അതേ ഉള്ളൂ. എന്നാൽ ആരും ഇപ്പോൾ ദർശനത്തിന് കയറേണ്ട, പ്രദക്ഷിണം പൂർത്തിയാക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇരിക്കൂ എന്ന്. കുറച്ച് കഴിഞ്ഞ് മതി, അമ്മ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുമെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഭഗവത്ഗീത എടുത്തു തന്നു. പൈസ വാങ്ങിയില്ല. താമരമുട്ട് വാങ്ങാൻ പറഞ്ഞു. വാങ്ങി. അമ്പലം ഇറക്കാറായപ്പോൾ പറഞ്ഞു, കുളത്തിലിറങ്ങി കാലും തുറക്കാറായപ്പോൾ പറഞ്ഞു എന്നാണ്. കുളത്തിലിറങ്ങി കാലും മുഖവും കഴുകി അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഭഗവാനോട് എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് ഗണപതിയുടെ അടുത്ത് പോയി. തെക്കേ നടയിൽ കൂളത്തിനടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ടു നിന്നു. ക്യൂ നിന്നു. അകത്ത് കയറി ഭഗവാനെ കണ്ടു തൊഴുതു. വിശ്വസ്തുതി വായിച്ചു. പ്രദക്ഷിണം എനിക്ക് പ്രയാസമാണ്, കാരണം എൻ്റെ കാലിൽ വെരിക്കോസ് വെയിനുണ്ട്. 10 മിനിറ്റ് നടന്നാൽ കാല് കോച്ചി പിടിക്കും. 5 പ്രദക്ഷിണം വെച്ചു, കാല് വെക്കാതാവുന്നു. കൊടിമരച്ചുവട്ടിൽ വന്ന് കരഞ്ഞു, എൻ്റെ കാലിനൊരു പ്രശ്നവും ഉണ്ടാവരുതേ, എനിക്ക് 18 പ്രദക്ഷിണവും വെക്കണം. അങ്ങനെ കരഞ്ഞുകൊണ്ട് 18 പ്രദക്ഷിണവും ചെയ്തു. അപ്പോൾ ദീപാരാധന. 18 പ്രദക്ഷിണം പൂർത്തിയാക്കി. അമ്പലത്തിന് വെളിയിൽ അവിടെ ചൂടുവെള്ളം കൊടുക്കുന്നത് കുറേ വാങ്ങിക്കുടിച്ചു കേട്ടോ. നാവും തൊണ്ടയും വരണ്ടു പോയിരുന്നു. എൻ്റെ മകൾ എൻ്റെ ഫോണിൽ വിളിക്കുന്നു. പടിഞ്ഞാറേ നടയിലൂടെ വെളിയിൽ ചെല്ലുമ്പോൾ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നന്നേ ക്ഷീണിച്ച് പതുക്കെ നടക്കുമ്പോൾ ഒരു കുട്ടി ഓടി വന്നു. 10 വയസ്സ് കാണും. എൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട്, അക്ക 20 രൂപ തരൂ എന്ന്. ഞാൻ 20 രൂപ കൊടുത്തു. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി വീണ്ടും വന്നു. 20 രൂപ ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും ബസ് വന്ന് ഓടിക്കയറി. പൈസ കൊടുക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം വീട്ടിൽ വന്നു. എന്നാൽ അത്ഭുതം തന്നെ എന്ന് പറയാം. അബുദാബിയിൽ നിന്നും വീടിൻ്റെ ഉടമസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു, 4 മാസം കൂടി കഴിഞ്ഞ് മാറിയാൽ മതിയെന്ന്. അതിനുശേഷം ത്രിമധുരം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികൾ എടുത്തു തന്നു. എന്നെ യൂട്യൂബിലുമൊക്കെ കാണാൻ തുടങ്ങി. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അറിയാൻ തുടങ്ങി. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. എന്നാൽ ഈ വർഷം ഗുരുവായൂരിൽ കൊടിയേറുന്ന ദിവസം ഞാൻ ഫോണിൽ കാണാനിടയായി. ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി. 18 അധ്യായം വായിച്ചു. ആരതി ഒഴിഞ്ഞു. 5 ഭഗവത്ഗീത പോസ്റ്റ് വഴി വരുത്തി ഞാൻ ദാനം ചെയ്തു. പിന്നീട് വരുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ 22-ാം ദിവസം, ഉത്സവ ദിവസം, എൻ്റെ കൊച്ചുമകൾ +2 പഠിക്കുന്ന കുട്ടിയാണ്. എന്തെന്നില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കി. പറയാൻ പാടില്ലാത്ത തരത്തിലൊക്കെ സംസാരിച്ചു. എനിക്ക് ആകെ സങ്കടമായി. ഞാൻ വിജയമ്മ ചേച്ചിയെ വിളിച്ചു. ഗുരുവായൂർ പോവുകയാണ്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. ചന്ദ്രഗ്രഹണത്തിൻ്റെ അന്ന് ഞാൻ ആരോടും പറയാതെ പുറപ്പെട്ടു. 5 മണിയായപ്പോൾ തൃശ്ശൂരെത്തി. അവിടുന്ന് ബസ്സിൽ അമ്പലത്തിലെത്തി. റൂമെടുത്ത് കുളിച്ച് രാത്രിയിൽ അമ്പലത്തിലെത്തി. അധികം തിരക്കില്ലായിരുന്നു. അമ്പലത്തിനുള്ളിൽ കയറി അപ്പോഴാണ് അറിയുന്നത് ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ കാണാൻ വേണ്ടിയുള്ള ക്യൂ ആണതെന്ന്. എൻ്റെ ശ്രീകുട്ടാമോനെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ കൃഷ്ണൻ ഒരു മഹാഭാഗ്യം തന്നു. വീടിൻ്റെ പണി തീരുമ്പോൾ കൊടുക്കാൻ വെച്ചിരുന്ന പിടിപ്പണം കൊണ്ടുകൊടുത്തു. അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു. മനസ്സറിയാതെ നിന്ന് കരഞ്ഞുപോയി. അമ്പലത്തിൽ നിന്ന് വെളിയിൽ നിന്നും KS ചിത്രയുടെ പാട്ട് കേട്ടു. കൃഷ്ണ എന്നുള്ള സംഗീതം കേട്ട് കരഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ ചെന്നു. 4 അമ്പലത്തിൽ കയറിയപ്പോൾ 3 ആനകളും കാഴ്ചകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് ശീവേലിയാണോ എനിക്കിപ്പോഴും അറിയില്ല. ആ തിടമ്പേറ്റിയ ആന തലതിരിച്ചു ഭഗവാനെ എല്ലാവരെയും കാണുന്നു. എല്ലാവരും കൂടി എൻ്റെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ ഇത് എഴുതുമ്പോഴും എനിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറയുന്നു. ഞാൻ മരിച്ചു പോയാൽ പോലും ഞാൻ മറക്കത്തില്ല. പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നെ അന്വേഷിക്കുകയായിരുന്നു. ആരൊക്കെയോ ഫോൺ വിളിച്ചു, എടുക്കാൻ സാധിച്ചില്ല. 3-ാമത്തെ ദിവസം എനിക്ക് നല്ലൊരു വീട് കിട്ടി. അഡ്വാൻസ് കൂടുതലാണെങ്കിലും അതും സാധിച്ചു. വീട് മാറി. പൂജാമുറി ഇല്ലാത്ത വീടാണ്. എൻ്റെ കൃഷ്ണനെ ഞാൻ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ കാര്യം അതും ഭഗവാൻ ഒരു വഴി കാട്ടിത്തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താ കഥ?
കുറേ ദീർഘമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ വായിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കേൾക്കുന്നവർക്കും പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അമ്മമാരുടെ അനുഭവം അങ്ങനെ വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് അയച്ചു തരുന്നത്. അത്രയും പേജുകൾ എഴുതാനെടുക്കുന്ന സമയം എടുക്കുന്നുണ്ടെന്ന് തന്നെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അനുഭവങ്ങൾ അയക്കുന്നത് അല്ലേ. ഒന്നും പറയാനില്ല, എല്ലാവരിലേക്കും എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഹരേ കൃഷ്ണ.